2021 ഓഗസ്റ്റ് 15 ലോകം മുഴുവൻ ഞെട്ടലോടെ നോക്കി നിന്ന ആ ദിവസം US സേന അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് പിന്നാലെ താലിബാൻ കാബൂൾ നഗരം പിടിച്ചെടുക്കുന്നു. അന്ന് ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം ഒരുപോലെ പറഞ്ഞു, ഇനി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു പപ്പറ്റ് സ്റ്റേറ്റ് ആയി മാറും, ഇന്ത്യക്ക് അവിടെ ഇനി ഒരു ഇഞ്ച് മണ്ണില്ല എന്നൊക്കെ. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം 2026 എത്തി നിൽക്കുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിലും സൗത്ത് ഏഷ്യയിലും സംഭവിക്കുന്നത്. താലിബാനെ സ്വന്തം നിഴലാക്കാൻ നോക്കിയ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ റോക്കറ്റുകളും ബോംബുകളും വർഷിക്കുകയാണ്. മറുഭാഗത്തോ ഒരിക്കൽ അകന്നു നിന്ന് ഇന്ത്യയുമായിട്ട് കാബൂൾ കൈകോർക്കുകയാണ്. ഡൽഹിയിൽ താലിബാൻ വിദേശകാര്യമന്ത്രി നേരിട്ടെത്തി കൈകൊടുക്കുന്നു. എങ്ങനെയാണ് ഈ 5 വർഷം കൊണ്ട് ഇസ്ലാമാബാദിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്? താലിബാനുമായിട്ട് ഇന്ത്യ കളിച്ച തന്ത്രപ്രധാന ജിയോ പൊളിറ്റിക്കൽ ചെസ് ബോർഡ് എഞ്ചിൻ എന്തായിരുന്നു നോക്കാം. 2021 താലിബാൻ അധികാരത്തിൽ വന്നയുടൻ ഇന്ത്യ വളരെ കോഷ്യസ് ആയ നിലപാടാണ് എടുത്തത്. കാബൂളിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായിട്ട് പൂട്ടി. താലിബാന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായുള്ള പഴയ ബന്ധം തന്നെയായിരുന്നു പ്രധാന ആശങ്ക. പക്ഷേ അഫ്ഗാൻ ജനതയെ കടുത്ത പട്ടിണിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിയിടാൻ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ പ്രയോഗിച്ചത് തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, മാനുഷിക സഹായം. 10,000 മെട്രിക് ടൺ ഗോതമ്പ്, മരുന്നുകൾ, ദുരന്ത നിവാരണ സാമഗ്രികൾ എന്നിവ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു നൽകി. തൊട്ടു പിന്നാലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കാബൂളിൽ ഒരു ടെക്നിക്കൽ മിഷൻ ഇന്ത്യ ആരംഭിച്ചു. ഈ കാത്തിരിപ്പിന് ഫലമുണ്ടായത് വളരെ ചരിത്രപരമായ വഴിത്തിരിവുകളിലൂടെയാണ്. ആദ്യം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും ഫോണിൽ ചർച്ച നടത്തി. തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ യാത്രാ വിലക്കിൽ താൽക്കാലിക ഇളവ് ലഭിച്ചതോടെ മുത്താഖി ന്യൂഡൽഹിയിൽ നേരിട്ടെത്തി. ആ കൂടിക്കാഴ്ചയിൽ അഫ്ഗാൻ മണ്ണ് ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് താലിബാൻ ഉറപ്പു നൽകി. പകരം അഫ്ഗാനിസ്ഥാനിലെ ഹോസ്പിറ്റലുകൾക്കും വികസന പദ്ധതികൾക്കും സാമ്പത്തിക സാങ്കേതിക സഹായം ഇന്ത്യ വാഗ്ദാനം ചെയ്തു. ഇന്ന് ഡൽഹിയിലെ എംബസിയിലും മുംബൈ, ഹൈദരാബാദ് കോൺസുലേറ്റുകളിലും താലിബാൻ നയതന്ത്രജ്ഞരെ ഇന്ത്യ അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് നാടകീയമായ മറുവശം പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് പാകിസ്ഥാൻ ആയിരുന്നു. തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ട്രാറ്റജിക് ഡെപ്ത് കിട്ടിയെന്നായിരുന്നു ഇസ്ലാമാബാദിന്റെ വിചാരം. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറി. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, TTP, തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നിരന്തരം ബോംബ് സ്ഫോടനങ്ങളും സൈനിക ആക്രമണങ്ങളും നടത്തുന്ന TTP ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിത താവളമുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. TTPക്കെതിരെ നടപടിയെടുക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നു. 2, ഡ്യൂറൻഡ് ലൈൻ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വരച്ച പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഡ്യൂറൻഡ് ലൈൻ അതിർത്തിയെ അംഗീകരിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഭരണകൂടവും തയ്യാറായിട്ടില്ല. താലിബാനും ഇതിനെ എതിർത്തു. ഫലം എന്തായിരുന്നു? അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ട് താലിബാൻ സൈന്യം പാക് മണ്ണിലേക്ക് ഷെല്ലാക്രമണം നടത്തി. വ്യാപാര പാതകളും അതിർത്തി കവാടങ്ങളും നിരന്തരം അടച്ചിട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായിട്ട് തകർന്നു. പാകിസ്ഥാൻ അതിർത്തി അടച്ചതോടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കും ഒരേപോലെ ലൈഫ് ലൈൻ ആയിട്ട് മാറിയത് ഇറാന്റെ ചാബഹാർ തുറമുഖമാണ്. പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അറബിക്കടൽ വഴി ഇറാനിലെ ചബഹാറിലെത്തി അവിടുന്ന് റോഡ്, റെയിൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് സെൻട്രൽ ഏഷ്യൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ, അതായത് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലെയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ട്രേഡ് നടത്താൻ ഇന്ത്യക്ക് ചബഹാർ വഴിയൊരുക്കി. ഇന്ത്യയുടെ ആനുകൂല്യം നോക്കുമ്പോൾ പാകിസ്ഥാന്റെ തടസ്സങ്ങളില്ലാതെ സെൻട്രൽ ഏഷ്യൻ വിപണിയിലേക്ക് എത്താം. ഇനി താലിബാന്റെ ആനുകൂല്യം നോക്കുമ്പോൾ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന താലിബാന് ഇന്ത്യയെ പോലെ ഒരു വലിയ ഇക്കണോമിയെ സ്വന്തം വിപണിയുമായി ബന്ധിപ്പിക്കുന്നത് നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യ താലിബാനുമായി ഈ ഒരു എൻഗേജ്മെന്റ് ഒക്കെ വർദ്ധിപ്പിക്കുമ്പോഴും ഒരു ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം, പബ്ലിക് ഫ്രീഡം, ഇവയിൽ താലിബാൻ പോളിസിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. 2026 5ാം വാർഷിക സമയത്തും UN ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് എന്നിവ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥയെക്കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ റിയൽ പോളിറ്റിക്സ്, പ്രായോഗിക രാഷ്ട്രീയം മുൻനിർത്തി സുരക്ഷയ്ക്കും പ്രാദേശിക സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു നയതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5 വർഷം മുമ്പ് കാബൂൾ വീണപ്പോൾ ലോകം കണ്ടത് താലിബാന്റെ വിജയമായിരുന്നു. ഇന്ന് 5 വർഷത്തിന് ശേഷം കാണുന്നത് അതിനേക്കാൾ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ്.
പാകിസ്ഥാൻ കരുതിയത് താലിബാൻ തങ്ങളുടെ സ്ട്രാറ്റജിക് അസറ്റ് ആകുമെന്നാണ്. പക്ഷേ ഇന്ന് ഇസ്ലാമാബാദിനും കാബൂളിനും ഇടയിൽ ബോർഡർ ക്ലാഷസ് ആണ്. ഇന്ത്യ താലിബാനെ ആദ്യം അകറ്റി നിർത്തി. പക്ഷേ ഇന്ന് കാബൂളിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നു. ഹൈ ലെവൽ ടോക്സ് നടക്കുന്നു, ട്രേഡ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ കോപ്പറേഷൻ തുടരുന്നു. അഫ്ഗാനിസ്ഥാൻ ഓൾട്ടർനേറ്റീവ് കണക്ടിവിറ്റി തേടുന്നുണ്ട്. ചബഹാർ അതിൽ ഒരു പ്രധാന ഗേറ്റ്വേ ആയി മാറുന്നു. പക്ഷേ അതോടൊപ്പം താലിബാന്റെ ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ് ഇപ്പോഴും വലിയ ഇന്റർനാഷണൽ കൺസേൺ ആണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം ഇന്ത്യ താലിബാനുമായി കൈകോർത്തു എന്ന ഒരു ഹെഡ്ലൈനിൽ ഒതുക്കാൻ കഴിയില്ല. യഥാർത്ഥ സംഭവം അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് റിയൽ പൊളിറ്റിക് ആണ്. ഇന്ത്യ പറയുന്നത് നമുക്ക് താലിബാന്റെ ഐഡിയോളജി അംഗീകരിക്കേണ്ടതില്ല, പക്ഷേ അഫ്ഗാനിസ്ഥാനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഇനി താലിബാൻ പറയുന്നത് പാകിസ്ഥാനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകില്ല, ഇന്ത്യയെ പോലെയുള്ള റീജിയണൽ പവറിനൊപ്പം റിലേഷൻഷിപ്പ് വേണം. പാകിസ്ഥാൻ നേരിടുന്നത് ഒരിക്കൽ സ്ട്രാറ്റജിക് ഡെപ്ത് ആയിട്ട് കരുതിയിരുന്ന അഫ്ഗാനിസ്ഥാനെ തന്നെ ഇന്നൊരു സെക്യൂരിറ്റി ചലഞ്ച് ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണ്. അതാണ് സൗത്ത് ഏഷ്യയിലെ വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. 2021 കാബൂൾ പിടിച്ചെടുത്ത താലിബാൻ 2026 സ്വന്തം നിലനിൽപ്പിനായിട്ട് ആഗോള ശക്തികൾക്കിടയിൽ നയതന്ത്ര സമവാക്യങ്ങൾ കണ്ടെത്താൻ പാടുപെടുകയാണ്. ഇന്ത്യ അതേസമയം ഐഡിയോളജിയേക്കാൾ ഇൻട്രസ്റ്റിനെ മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. അതിനാൽ അടുത്ത 5 വർഷത്തിൽ ഏറ്റവും നിർണായകമായ ചോദ്യം താലിബാൻ ഇന്ത്യയുടെ സുഹൃത്താകുമോ എന്നല്ല, കാബൂൾ ആരുടെയും സാറ്റലൈറ്റ് ആകാതെ സ്വന്തം ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഇറാൻ, റഷ്യ, സെൻട്രൽ ഏഷ്യ എന്നിവർക്കിടയിൽ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നതാണ്. കാരണം അഫ്ഗാനിസ്ഥാന്റെ ഭാവി മാത്രമല്ല, സൗത്ത് ഏഷ്യയുടെ അടുത്ത പവർ ഇക്വേഷൻ കൂടി തീരുമാനിക്കുന്നത് കാബൂൾ ആയിരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ താലിബാൻ ഭരണത്തിന്റെ ഈ 5ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുന്നു. പഴയ സുഹൃത്തായ പാകിസ്ഥാൻ ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ ശത്രുപക്ഷത്താണ്. മറുഭാഗത്ത് ആശയപരമായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും മുൻനിർത്തി ഇന്ത്യയുമായി തന്ത്രപ്രധാന സഹകരണത്തിന് താലിബാൻ തയ്യാറാകുന്നു. ഇതാണ് പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി അഥവാ പ്രായോഗിക നയതന്ത്രം. വരും വർഷങ്ങളിൽ ഈ സമവാക്യങ്ങൾ പശ്ചിമേഷ്യൻ ദക്ഷിണേഷ്യൻ പവർ ബാലൻസ് എങ്ങനെ മാറ്റിമറിക്കും എന്നത് വളരെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.